എന്തിനു പോന്നേ? എന്റെ കല്യാണം. ഞാൻ പോവാണ് ഗൈസ്, നാട്ടിൽ പോവാണ്. എടുക്കാൻ പറ്റൂല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പോവാണ് ഗൈസ്, നാട്ടിൽ പോവാണ്. എന്തിനു പോന്നേ? എന്റെ കല്യാണം. അപ്പൊ ഇവര് അടുത്ത ആഴ്ച വരും അല്ലേ? അടുത്ത ആഴ്ച നമുക്ക് ഇനി നാട്ടിൽ നിന്ന് കണ്ടുമുട്ടാം. കുട്ടൂടെ കുട്ട അവിടെ ഉണ്ട്. ഞാനിപ്പൊ കേറും. ഒരാഴ്ച ഞാൻ എണ്ണി തീർക്കട്ടെ. അതെ, ഈ ഒരാഴ്ച ഞാൻ എണ്ണി തീർത്തു. ഇനി അടുത്ത ഒരാഴ്ച ഇവളെ എണ്ണി തീർക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാട്ടിൽ പോവാം ഗൈസ്. സമയം എത്രയായി? 3:53. എത്ര മണിക്ക് പോണ്ടേ? എത്ര മണിക്ക് ഫ്ലൈറ്റ്? 5:40. 5:40 നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്കാണ് പോകുന്നത്. നമുക്ക് കയറാൻ സമയമായി. അങ്ങോട്ട് പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് വീഡിയോ എടുക്കുന്നത്. അപ്പം ശരി, ബൈ. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് കുടിച്ച സെയിം സ്ഥലത്താണ് ഞാൻ കോഫി കുടിക്കാൻ വന്നേ. ഗൈസ്, ഇതെന്താണെന്ന് കണ്ടു? പിക്ചർ പ്ലാന്റ് ആണ് ഇത്. നോക്ക്, കണ്ട് പഠിച്ചിട്ട് നമ്മൾ പിക്ചർ പ്ലാന്റ് അതാണിത്. ഇത് മൊത്തം വാവ്. താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ച സെയിം സ്ഥലത്ത് നിന്നാണ് വാങ്ങിച്ചത്. അന്ന് കുടിച്ച കോഫി നല്ല ഉണ്ടായിരുന്നു. സെയിമാണ് ഇന്നും വാങ്ങിച്ചത്. നോക്കാം, ടേസ്റ്റിന് വല്ല വ്യത്യാസം ഉണ്ടോ, ഞാൻ വാങ്ങിച്ചത് തെറ്റിയോ മാറിപ്പോയോ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ശ്രീയും കൂടിയിട്ട് ഇവിടുന്നായിരുന്നു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ എന്താ പറയുക, ഇപ്പം ഷുഗർ ഇടാഞ്ഞിട്ടും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഭയങ്കര ഫ്രൂട്ടി ആയിട്ട് ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഇങ്ങനെ പോകുന്ന സമയത്ത് ഒന്നുകൂടി കുടിക്കണമെന്ന്. പക്ഷേ നല്ല ഉണ്ടായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ ഇതുവരെ ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നിട്ട് വർത്തമാനം പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ പോവാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നാട്ടിൽ പോവാണ്, വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കല്യാണമാണ്, എൻ്റെ ശ്രീൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം 4:50 പിന്നെ അപ്പോൾ 5:40 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഗേറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ബാക്കി വിശേഷങ്ങൾ ഞാനിങ്ങനെ വഴിയെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ ഇതെന്ന് വെച്ചാൽ ഇവിടുന്ന് ബാംഗ്ലൂർക്കാണ് പോകുന്നത്, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക്, അങ്ങനെയാണ്. അപ്പം രാവിലെ 9:30 ആകുമ്പോൾ ബാംഗ്ലൂരെത്തും. എന്നിട്ട് അവിടുന്ന് 11 മണിയാകുമ്പോൾ ബാംഗ്ലൂർക്കെത്തും, അങ്ങനെയാണ്. അപ്പം നമുക്ക് പോവാം. ഞാനപ്പോൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുവാണ്. അപ്പോഴാണ് ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ. നമുക്ക് കണ്ടോ, പിക്ചർ പ്ലാന്റ്. ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഓരോരോ ദിവസവും തള്ളി നീക്കിയത് എങ്ങനെയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. കാരണം നാട്ടിൽ ബാക്കി ഓരോരോ ആൾക്കാരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണ പെണ്ണ് മാത്രം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം എൻ്റെ ലീവ് എനിക്ക് കിട്ടിയത് എനിക്ക് കുറവാണ് കിട്ടിയത്. അപ്പം പിന്നെ അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത് വരാൻ. ശ്രീ നേരത്തെ പോയി, ശ്രീ January 1 പോയി നാട്ടിലേക്ക്. അപ്പോൾ ഇനി നാട്ടിലേക്ക് എത്തിയിട്ട് വേണം ബാക്കി പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ചൊക്കെ അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇനി നാട്ടിലേക്ക് എത്തിയാൽ ഇനി നിലം തൊടാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാൻ ഈ ഒറ്റയടിക്ക് പറഞ്ഞ് തീർക്കുന്നില്ല, നമുക്ക് വഴിയെ പറയാം. ഓക്കെ,
അങ്ങനെ ഇപ്രാവശ്യം ഞാൻ ഒറ്റക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റക്ക് കണക്ഷൻ എടുത്തിട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും ഡയറക്റ്റ് ഫ്ലൈറ്റാണ് എടുക്കുക. പക്ഷേ ഇതിപ്പോൾ ജനുവരി പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ എറണാകുളത്തേക്കാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. പക്ഷേ റേറ്റിൻ്റെ കുഴപ്പത്തിനെക്കാട്ടിലും കൂടുതൽ നമുക്കിപ്പോൾ തീരെ ടൈമില്ല, കല്യാണത്തിന് ആയിട്ട് വരുന്നതല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഓരോ ദിവസവും വിലപ്പെട്ടതായതുകൊണ്ട് അത് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മാംഗ്ലൂരാണ്. മാംഗ്ലൂർക്ക് വരുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. നമുക്ക് കാസർഗോഡ് നിന്ന് മാംഗ്ലൂർക്ക് വരുന്നതല്ലേ നല്ലത്. അങ്ങനെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഒക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞു. ഞാൻ കോഫി കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ ടൈം ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ല എന്നെല്ലാം വിചാരിച്ചു. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സീറ്റിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർക്ക് പോകുമ്പോഴും അടുത്താരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സീറ്റിൽ മാത്രം ഒരു പാസഞ്ചർ ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അടുത്തിരുന്നിട്ടുണ്ടായത് ഒരമ്മമ്മയായിരുന്നു, മലയാളിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു. Estimated flight time of about 4 hours 5 minutes or so. Shortly, and expect to cruise at an altitude of about 36,000 feet above mean sea level. आपके सहयोग के लिए धन्यवाद. We request your attention for this. എനിക്ക് പ്രത്യേകിച്ച് എവിടെയും ലാഗ് പോലെ തോന്നിയിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിട്ട് നടന്നുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ വെയിറ്റിംഗ് ടൈം ആയാലും ഒന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എല്ലാം സ്മൂത്തായി കഴിഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുവാണ്. ടേക്ക് ഓഫ് ചെയ്യേണ്ട ടൈമായി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ടേക്ക് ഓഫിന് ടൈമായി. അപ്പോൾ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പോവുകയാണ്. കുറേ കാലമായി ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണി തീർക്കുന്നു, നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നാട്ടിലേക്ക് എത്തിയാൽ എന്തായാലും അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും. ഒന്നിനും സമയം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിന്ന് ഹാഫ് ഡേ ആയിരുന്നു. കാരണം ഇന്ന് വൈകുന്നേരം ഇപ്പം ഞാൻ ഡ്യൂട്ടി ഫുൾ ഡേ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പെട്ടിയും എല്ലാം ലഗേജും കൊണ്ടേ ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരട്ടെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഹാഫ് ഡേ എടുക്കാം. അങ്ങനെ ഹാഫ് ഡേ എടുത്തിട്ട് പോലും പാക്കിംഗ് ഒന്നും മര്യാദയ്ക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല ഉറക്കമുണ്ടായിരുന്നു. നല്ല ഉറക്കം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറങ്ങാനേ പറ്റില്ല. അറിയാലോ, ഒന്നാമത് എക്സൈറ്റ്മെൻറ്റ് മൂത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം പിന്നെ എന്തോ ഉറക്കം ശരിയില്ല. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു വന്നത്. ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ, പിന്നെ ടൈം മാറിയല്ലോ. ഞാൻ സിംഗപ്പൂർ ടൈം കയറിയത് 5:45 എൻ്റെ മനസ്സിൽ ഫുള്ള് 9:30 ആകുമ്പോൾ ബാംഗ്ലൂർ എത്തുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ബാംഗ്ലൂർ 7:45 എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് മാറിയതാണ്, എൻ്റെ കൺകുട്ടൽ മാറിയതാണ്. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കെന്തോ ഞാൻ ഇതുവരെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സീനറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസ് ഞാൻ കണ്ടിട്ടില്ല. അതിമനോഹരം എന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു കാണാൻ. ക്ലൗഡ് ബോർഡും എല്ലാം കൂടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ടും എത്ര ഫോട്ടോ എടുത്തിട്ടും എന്തും മതി വരുന്നില്ല, അത്ര രസമായിരുന്നു കാണാൻ. പിന്നെ കണ്ണിലാണെങ്കിൽ ഉറക്കം വന്നിട്ട് കഴിയുന്നില്ല. പക്ഷേ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഫോട്ടോയും വീഡിയോസും എടുക്കാതിരിക്കാനും തോന്നിയിട്ടില്ല. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനങ്ങനെ ഒന്നുകൂടി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂർ ലാൻഡ് ചെയ്യാനായി. വെതറൊക്കെ സ്മൂത്തായിരുന്നു, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റി. പോരാത്തതിന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിൻഡോ സീറ്റ് നോക്കിയെടുത്തതാണ്. പക്ഷെ വിൻഡോസിന് മൊത്തം കുറേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോസിൽ പകുതിയും ഫുള്ള് അതിൻ്റെ ഭംഗിയൊക്കെ പോയി.
ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂർ എത്തി. മൊത്തം താഴെയൊക്കെ കാണാനൊക്കെ തുടങ്ങി. അപ്പം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വെതർ 13 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം അതിൻ്റേതായിട്ടുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഓൾറെഡി. ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ ബാംഗ്ലൂർ സേഫായി ലാൻഡായി. ഇനി ഓൾറെഡി ഞാൻ സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിൽ ഇവിടുന്ന് കയറണമല്ലോ. അപ്പോൾ അതിൻ്റെ ടൈം ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലഗേജ് എടുത്തിട്ട് അടുത്ത ടെർമിനലിൽ നമ്മൾ ബസ് പിടിച്ചിട്ട് പോകണമല്ലോ, ഷട്ടിൽ ബസ്സിൽ പോകണമല്ലോ. അപ്പോൾ ലഗേജ് എടുത്തിട്ട് വീണ്ടും കയറ്റിയിട്ടായിരിക്കണമല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് തന്നെ റെഡ് കളർ ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കണക്ഷൻ്റെ ടൈം കുറവാണെന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റായിട്ട് ബാഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അതൊരു ഉപകാരം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം കുറേ നേരം ഞാനിവിടെ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വേഗം പെട്ടെന്ന് ഞാൻ ഇറങ്ങി. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ലഗേജിന് കുറേ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലീസ് ഞാനങ്ങനെ ബാംഗ്ലൂരിൽ ലാൻഡായി. ഇപ്പോൾ സമയം 7:45 കേട്ടോ. ഞാൻ ഇന്നലെ നോക്കിയ സമയം തെറ്റിപ്പോയി. ഞാൻ ഇവിടുന്ന് തിരിച്ചിട്ട് ബാംഗ്ലൂർക്ക് പോകേണ്ട സമയമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതാണ് 9:45 ഇവിടുന്ന് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 7:45 എത്തി. ഒടുക്കത്തെ തണുപ്പ്. അയ്യോ, അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ടെമ്പറേച്ചറിന്. പിന്നെ ബാംഗ്ലൂർ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ട് എടുത്ത കാലാവസ്ഥ ഏകദേശം അറിയാം. പക്ഷേ ഭയങ്കര തണുപ്പ്. അത് നേരത്തെ ചെറുങ്ങനെ ജലദോഷം പോലെ ഉണ്ടായി. അറിയില്ല എന്താവുന്നു. നമുക്ക് ഇനി ലഗേജ് എടുക്കണം. എന്നിട്ട് മാറിയിട്ട് അപ്പുറം ടെർമിനലിൽ പോയി കയറണം. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ആദ്യം തന്നെ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ അടുക്കണ്ടായിട്ടുള്ള ആമമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്ന് പോയിക്കോ, കാരണം മോൾക്ക് മാറി കയറേണ്ടതല്ലേ. അപ്പം ഞാനിപ്പോൾ ബാഗേജ് കളക്ട് ചെയ്യാനാണ് പോകുന്നത്. 1 വരുന്നാണ് പറഞ്ഞത്. ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയി. പക്ഷേ ഇവിടെ ലഗേജ് വരാൻ കുറച്ച് ടൈം എടുത്തു. കാരണം സാധനം പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ലഗേജ് എത്താൻ കുറച്ച് ലേറ്റായി പോയി. പക്ഷേ ഇവിടെ ലേറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ലേറ്റ് മീൻസ് പൊതുവേ വരുന്നതിനെക്കാട്ടി ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 15 കൂടുതൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താക്കിയെന്ന് വെച്ചാൽ ലഗേജസൊക്കെ അവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ലഗേജ് കളക്ട് ചെയ്തിട്ട് അവിടുന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടുന്ന് നമുക്ക് ലഗേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാനതൊക്കെ ചെയ്ത് ഇനി അടുത്ത ഗേറ്റിലേക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു കുറേ ടൈം ഉണ്ടാവുന്നു. പക്ഷേ എല്ലാം ഷടപടേന്ന് പോയി. എന്ന് വെച്ചാൽ എവിടെയും വെയിറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ബോറടിക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ലാഗായി പോവോ. പക്ഷേ ഇവിടുന്ന് വീണ്ടും ഇനി നെക്സ്റ്റ് മാംഗ്ലൂർക്കില്ലേ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈം ഗേറ്റിൻ്റെ അവിടെ ഭയങ്കര നമ്മുടെ ചെക്കിൻ്റെ അവിടെയൊക്കെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിലൊക്കെ ഭയങ്കര ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരന് ലേറ്റ് ആവുന്നു. പക്ഷേ ലേറ്റ് ആയിട്ടില്ല. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ഷട്ടിൽ ബസ്സൊക്കെ എടുത്തിട്ട് നേരെ ഇപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് മാംഗ്ലൂർക്ക് നമ്മൾ കയറുവാണ്. ഇപ്പോൾ സമയം 9:30. का प्रयोग कर सकते हैं. जलपान का चयन और विविध choices. Thank you. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ടേക്ക് ഓഫ് എടുക്കാനുള്ള ടൈമായി. നമ്മളിനിയിപ്പോൾ മാംഗ്ലൂർക്ക് പോകുന്നതാണ്. എനിക്കിവിടെ ഫസ്റ്റ് റോലായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ പോലെ സെയിം തന്നെയാണ്. എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ലാസ്റ്റ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന സീറ്റിലുള്ള ആൾ വരുന്നുണ്ടോ എന്ന്. അപ്പോഴത്തേനും ഇത് ഓൾറെഡി എന്താ പറയുക, ഞാൻ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ അത് അഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വിൻഡോ സീറ്റിലേക്ക് ഇരിക്കാൻ ഞാൻ അത്ര മെനക്കെട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ആകെ 1/2 മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു.
നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൗഡ് ബെഡ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് കയറിയത് എത്ര മണിക്കെന്ന് വെച്ചാൽ 9:45 9:50 അങ്ങാൻ പറ്റാന്ന് ടേക്ക് ഓഫ് ചെയ്തത്. പിന്നെ കൂടിപ്പോയ അരമണിക്കൂർ പെട്ടെന്ന് തന്നെ എത്തി. മാംഗ്ലൂർക്ക് പിന്നെ അത്രയല്ലേ ടൈമുള്ളൂ. അങ്ങനെ മാംഗ്ലൂർ ലാൻഡ് ചെയ്യാനുള്ള ടൈമായി. ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളിനി ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ അച്ഛൻ, അമ്മ, അച്ചു എല്ലാവരും, അമ്മമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് അവരൊക്കെ കാണാൻ. പിന്നെ ശ്രീ വരും എന്നും പറഞ്ഞിട്ടില്ല, വരില്ല എന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ ബാംഗ്ലൂർ ലാൻഡായി. നമുക്കിനി ലഗേജ് എടുക്കാൻ പോവാം. അങ്ങനെ ലാൻഡായി. ഞാനിപ്പോൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ശ്രീ നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്, കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ ഇതിന് അവൻ അങ്ങോട്ട് വരുന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ സേഫായി ലാൻഡായി. ലാൻഡിങ് ഞാൻ പേടിച്ചു പോയി, കാരണം ഒരു ഇടൽ ഞാൻ വിചാരിച്ച് ചത്തുപോയിന്ന്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അരമണിക്കൂറിനുള്ളിൽ തന്നെ എത്തി ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂരേക്ക്. ഇപ്പോൾ സമയം ഏകദേശം എനിക്ക് തോന്നുന്നു 10:55 11 മണിയായി. അച്ഛൻ, അമ്മ, അച്ചു, അമ്മമ്മ എല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം. പിന്നെ ശ്രീ ഉണ്ട്, ഓൻ മാംഗ്ലൂർ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം ഓനും കൂടി ഉണ്ടാവും ഇവിടുന്ന്. ഓനും അമ്മയും ഉണ്ട്. അപ്പം നമുക്ക് വഴിയെ കാണാം. ഞാനിപ്പോൾ ലഗേജ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ലഗേജ് അവരെ വിട്ടിട്ടേ ഇല്ല. ഞാൻ ധൃതിയിൽ ഓടി വന്നത്. എനിക്ക് ഫസ്റ്റ് റോ ആണ് സീറ്റ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നു. മറ്റു ലഗേജ് വിടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ വെയിറ്റിംഗ് ആണ് ഇവിടെ. ട്രോളിയും പിടിച്ചിരുന്ന വെയിറ്റിംഗ് ആണ്. ശ്രീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എന്തായാലും എയർപോർട്ടിലേക്ക് വരൂല, പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അവൻ അവിടെ നിൽക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗൈസ്, ഇതാ എൻ്റെ മണിപ്പാൽ കോളേജിൻ്റെ റാങ്ക് ഡാസ് 3rd യൂണിവേഴ്സിറ്റി എന്ന് കാണിക്കുന്നു. ഇപ്പോൾ പോയി പരസ്യം പോയി. Guys, I am excited. എൻ്റെ അടുത്ത് ശ്രീ പറഞ്ഞ് അവൻ വരൂല എന്നാണ്. അതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ വരുമെന്ന്. പക്ഷെ എന്നാലും പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരുണ്ടാവും. പിന്നെ ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇവർ പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ ആയിരുന്നു ഞാൻ മെയിൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരെ കണ്ടിട്ടില്ല, ഇവരെ ഒളിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. പറയാനില്ലേ, ഹായ് പറയൂ. ഹലോ ഗൈസ്, നേരത്തെ വന്നാണ്. അപ്പൊ നമ്മള് എത്തി, ബാംഗ്ലൂർ എത്തി. ഇനി ഫുഡ് കഴിക്കാല്ലേ? ഹലോ അശ്വിൻ രാജ് കേക്ക്. ഡ്രൈവിംഗ് മോഡ് ഓൺ. സരോജിനി നായിഡു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജ് റെസ്റ്റോറൻറ്റിലായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പൂരിയും പിന്നെ കറിയായിരുന്നു, പൂരിയും ബാജിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം നല്ല ലേറ്റായി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ കരിച്ചേരി എത്തി, വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് നമ്മൾ അബീനെയും കിഷോറിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി തന്നെയാണ്. ഞാനിപ്പോൾ നേരെ വീട്ടിൽ പോവുകയാണ്. അബിയാണെങ്കിൽ പുതിയ കാർ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് അബീനെയും കിഷോറിനെയും ഇപ്പോൾ കാണും. അവർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് ഇവിടെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ കണ്ടിട്ട് നമ്മൾ ഇവരും വീട്ടിൽ വരുമ്പോൾ കറിച്ചേരി എത്തി നമ്മള്. നാട്ടിലെത്തിയിട്ടെല്ലാം കാണുന്നത് ഒരു വേറെ തന്നെ ഒരു വികാരം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് എത്തി.
വന്നിട്ട് ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയം നോക്കിയപ്പോൾ 7 മണിയായി. നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ചെറിയ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വരും വ്ളോഗുകളിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഒപ്പം മിക്സ് ആക്കണ്ടെന്ന് തോന്നി എനിക്ക്. വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാറ്. അങ്ങനെ എൻ്റെ വരവും കാത്തിട്ട് കിങ്ങിണി മോൾ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ കിഷോറും അബിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് പിന്നെ എല്ലാവരും അവരവരെ വഴിക്ക് പോയി. എല്ലാം എഡിറ്റ് ചെയ്തിട്ട് വ്ളോഗ് ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷേ ടൈമില്ല, എപ്പോഴും തിരക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് ഇടാൻ വേണ്ടിയിട്ട്. ലേറ്റ് മീൻസ് 2-3 ഡേയ്സ് മാത്രമേ ലേറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ കല്യാണക്കത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ സൈഡിൽ